നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. അപ്പോൾ നമസ്കാരം, പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ റോഡ് എന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് ഓൺ റോഡ്. സോ ഇന്നലെ ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാമത്തെ ഒരു T20 ഉണ്ടായിരുന്നു, അടിച്ചപ്പോക്ക്. ഇന്നലത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഓവർ വരെ പോകുന്നൊരു വളരെ മികച്ചൊരു മാച്ച് തന്നെയായിരുന്നു. അത് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മാച്ച് ഞാൻ കാണുന്നത്. കാരണം ബാക്കിയൊക്കെ ഡോമിനൻസ് ആയിരിക്കും, നമുക്ക് കാണുമ്പോഴേ അറിയാം ആര് ജയിക്കും ആര് തോക്കുന്നുള്ളത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കളിയല്ലായിരുന്നു. സോ ലാസ്റ്റ് ഓവർ വരെ എത്തിച്ചിരുന്നു. രണ്ടു പേർക്കും ഈക്വലി 50-50 ചാൻസ് ആയിരുന്നു ജയിക്കാനുണ്ടായിരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. 2 വിക്കറ്റാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത്. 4 ബോൾ ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത്. സോ നമുക്ക് മാച്ചിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ, ടോസ് കിട്ടിയ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ചിലപ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ടും ആരും ഒന്നല്ലാതെ ബോളിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്, കാരണം സ്പിൻ ഡോമിനൻസ് ഉള്ളൊരു പിച്ചാണ്. സോ അങ്ങനെ ഇന്ത്യക്ക് ടോസ് കിട്ടി ഇന്ത്യ ബോളിംഗ് എടുത്തു. ഇംഗ്ലണ്ട് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. ഇന്ത്യ 19.2 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി തിലക് വർമ്മയാണ് ടോപ്പ് സ്കോറർ, പിന്നെ ജോസ് ബട്ട്ലറാണ് ടോപ്പ് സ്കോറർ ആയിട്ട് വന്നത്. സോ നമുക്ക് മാച്ച് അനാലിസിലോട്ട് പോകാം. സോ കഴിഞ്ഞ കളിയെ പോലെ തന്നെയല്ല ഇപ്രാവശ്യം ഇംഗ്ലണ്ട് കുറച്ചുകൂടി വ്യക്തമായ പ്ലാനോടുകൂടി അത് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മുടെ രണ്ടാമത്തെ T20 കളിച്ചത്. അത് നമുക്ക് തുടക്കത്തിലേ കാണാൻ പറ്റുമായിരുന്നു. എല്ലാവരും നല്ല അഗ്രസീവായി ബോളുകളെല്ലാം കുറച്ചൊരു സൂക്ഷിച്ച് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതേപോലെ വെറുതെ വിക്കറ്റുകളൊന്നും എറിഞ്ഞു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സൂക്ഷിച്ച് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ തന്നെ നോക്കി. രണ്ടാം ബാറ്റിംഗ് പെർഫോമൻസ് വന്നത് ജോസ് ബട്ട്ലറിൻ്റെയാണ്. ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു. കഴിഞ്ഞ കളി പോലെ തന്നെ ഈ പ്രശ്നം നയിക്കാൻ രണ്ടുപേരും കൂടി ചെറിയൊരു ക്യാമിയോ റോളുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിലോട്ട് നോക്കാം. ഫസ്റ്റ് ജോസ് ബട്ട്ലർ 33 ബോളിൽ 45 റൺസാണ് എടുത്തിരിക്കുന്നത്. 5 4ഉം 2 6കളും അടക്കമാണ് പുള്ളി 45 റൺസ് എടുത്തിട്ടുള്ളത്. പുള്ളിക്കാരൻ പവർ പ്ലേ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. അതിനുശേഷവും പവർ പ്ലേക്ക് ശേഷം അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയി. പറയുകയാണെങ്കിൽ തന്നെ പവർ പ്ലേയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. ആ ഒരു മൊമെൻറ്റം അതിന് ശേഷവും പവർ പ്ലേക്ക് ശേഷവും പുള്ളിക്കാരൻ ഔട്ടാവുന്ന ഒരു പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നന്നായിട്ട് തന്നെ കളിച്ചു. അവസാനം അക്സർ പട്ടേൽ തന്നെ പുള്ളിക്കാരൻ്റെ വിക്കറ്റ് എടുക്കാൻ ചേരുന്നത്. പിന്നെ ഈ കളിയിലെ ഒരു ക്യാപ്റ്റൻസി എനിക്ക് എടുത്ത് പറയേണ്ടത് 2 പേരുടെ ക്യാപ്റ്റൻസി, സൂര്യകുമാർ യാദവിൻ്റെ ആണെങ്കിലും നമ്മുടെ ജോസ് ബട്ട്ലറിന് നല്ല അടിപൊളി ക്യാപ്റ്റൻസി ആയിരുന്നു. ആ ക്യാപ്റ്റൻസി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഫീൽഡ് പ്ലേസ്മെൻറ്റ് അത്രയ്ക്ക് കൃത്യമായ ഫീൽഡ് പ്ലേസ്മെൻറ്റ് തന്നെയായിരുന്നു രണ്ടുപേരും വെച്ചിരുന്നത്. പക്ഷേ ഇല്ല, രണ്ടുപേരും ഒരുപോലെ തന്നെയായിരുന്നു. കുറച്ചൊരു മികവ് പറയാൻ അങ്ങനെ പറ്റില്ല, എന്നാലും നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചിരുന്നത്. സോ അതിനുശേഷം ബട്ട്ലറിന് ശേഷം പിന്നെ കുറച്ച് ഒരു ചെറിയൊരു ക്യാമിയോ, പെട്ടെന്ന് 12 ബോളുകൾ കളിച്ചിട്ട് ചെറിയൊരു ക്യാമിയോ ബൈ ജെയിമി സ്മിത്ത്. ഡെബ്യൂൻ്റ് ആണ്, 22 റൺസ്. ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുമെങ്കിലും ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പുള്ളിക്കാരനെ സഹായിച്ചു. അതിനുശേഷം വന്നാണ് ബ്രൈഡൻ ഗാൾസെ. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ടൊരു ക്യാമിയോ ചെയ്ത് തന്നെയായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ റൺഔട്ട് ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കളി ഇന്ത്യ കൈവിട്ട് പോയതിന് ഒരു 10-15 റൺസും കൂടി എക്സ്ട്രാ പുള്ളിക്കാരന് ആഡ് ചെയ്യാനും അത് ഇന്ത്യക്ക് ചേസ് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യ തോക്കാൻ വരെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ് ടു ജോഫ്രെ ആർച്ചർ, കാരണം ഇന്ത്യയുടെ വക വലിയ താങ്ക് യു പറയുന്നുണ്ട് ഇന്ത്യ ജയിപ്പിച്ചതിന്. ഓഫൻസീവ് ആവുമ്പോൾ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരാണെങ്കിൽ നമ്മുടെ 3 സ്പിന്നർമാരും, നമുക്ക് 4 സ്പിന്നറാണ് എറിഞ്ഞിരുന്നത്. 4 പേർക്കും 3 പേർക്കും വിക്കറ്റ് ഉണ്ട്. രവി ബിഷ്ണോയ്ക്ക് വിക്കറ്റ് ഇല്ല, പക്ഷെ പുള്ളിക്കാരൻ നല്ലൊരു കൺട്രോൾഡ് ബോളിംഗ് ആയിരുന്നു. ഒരുപാട് റൺസ് വഴങ്ങി. നമുക്ക് ആദ്യം വരുൺ ചക്രവർത്തിയിലോട്ട് ആദ്യം പോകും. 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് പുള്ളിക്കാരൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. വളരെ ക്രൂഷ്യൽ വിക്കറ്റ്സ് തന്നെയാണ് പുള്ളിക്കാരൻ. 2 വിക്കറ്റ് നോക്കുകയാണെങ്കിൽ 2 ബൗൾഡ് തന്നെയായിരുന്നു. ലിയാം ലിവിങ്സ്റ്റണിൻ്റെയും ഹാരി ബ്രൂക്കിൻ്റെയും. ഹാരി ബ്രൂക്ക് കഴിഞ്ഞ കളി പറഞ്ഞിരുന്നു ഈ പോഗ് കാരണം കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് വിക്കറ്റ് കിട്ടിയത്. ഇപ്പോൾ നന്നായിട്ട് ബോൾ കാണാൻ പറ്റിയിട്ടും വിക്കറ്റ് പോയ ഒരു അവസ്ഥയാണ് നമ്മൾ പ്രശ്നം കണ്ടത്. സോ ആ സമയത്ത് കളി കണ്ടറിയാം, കമന്റേറ്റർ വരെ നല്ല വൃത്തിയായിട്ട് അവർ ആക്ഷേപിച്ചു. ഒരു നല്ല ട്രോളായിരുന്നു എല്ലാവരും നടത്തിയിരുന്നത്. പക്ഷെ ആസ് എൻ ഇന്ത്യൻ ഫാൻ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ഔട്ടായതാണെങ്കിൽ ഔട്ടായതെന്ന് സമ്മതിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ സ്മോഗ് കാരണമാണ് കാറ്റടിച്ചിട്ടാണ് എന്നൊക്കെ പറയണത്. പണ്ട് ആൾക്കാർ പറയുമായിരുന്നു പണി ചെയ്യാൻ അറിയാത്തതിന് ഈ ടൂൾസിനെ കുറ്റം പറയാന്നുള്ളത്. സോ സിമിലർലി സച്ച് തിങ്സ് ആണ് ഈ പുള്ളിക്കാരൻ ചെയ്തത്. പുള്ളിക്കാരന് ബോൾ നേരെ റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ കളിയും ഈ കളിയിലും ഔട്ടായിരിക്കുന്നത്. സോ ഇപ്രാവശ്യം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഹി അക്സെപ്റ്റഡ് ദാറ്റ് ഹി കാൻ പ്ലേ ദാറ്റ് ബോൾ. സോ നമുക്കിനി അടുത്ത കളിയിലോട്ട് നോക്കാം പുള്ളിക്കാരൻ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്.
പിന്നെ ഉള്ളത് അക്സർ പട്ടേലാണ്. 32 റൺസിലും 2 വിക്കറ്റാണ് വീഴ്ത്തിയത്. അക്സർ പട്ടേലിന്റെ പ്രത്യേകത നിലനിർത്തി കൺട്രോൾ ചെയ്യാൻ പറ്റി. വരുൺ ചക്രവർത്തിനെ പോലെ രണ്ടുപേരും സ്കോർ ലീക്ക് ചെയ്തു, പക്ഷെ കുറച്ചൊരു കൺട്രോൾ കിട്ടിയത് അക്സർ പട്ടേലിനാണ്. പിന്നെ ഇതിൽ സ്പിന്നർമാരെ എടുത്ത് പറയേണ്ടിയിരുന്നത് ഇംഗ്ലണ്ട് ബാറ്റേഴ്സ് സ്പിന്നറിനെ അടിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ ബോളിംഗ് സ്പീഡ് നിലനിർത്തിയിട്ട് മാറി. 85 to 90 എറിഞ്ഞുകൊണ്ടിരുന്ന സ്പിൻ ബോളേഴ്സ് എല്ലാവരും 95+ എറിയാൻ തുടങ്ങി. അക്സർ പട്ടേൽ, രവി ബിഷ്ണോയി 100+ എറിയാൻ തുടങ്ങി. പുള്ളിക്കാരൻ 101, 103 ആ ഒരു റേഞ്ചിലാണ് കൂടുതലും എറിഞ്ഞുകൊണ്ടിരുന്നത്. അക്സർ പട്ടേലാണെങ്കിലും ശരി, നമ്മുടെ വരുൺ ചക്രവർത്തിനും ശരി 100, നിയർലി 100 എറിയാൻ തുടങ്ങി. സോ അതും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാന് പെട്ടെന്ന് അത് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതും വലിയൊരു എന്താ പറയുക, അതിനനുസരിച്ച് റീഡ് ചെയ്ത് നിലനിർത്തിയിട്ട് കളിക്കാൻ തുടങ്ങി. സോ പിച്ചിനനുസരിച്ച് രണ്ടുപേരും നിലനിർത്തിയിട്ട് പ്രത്യേകിച്ച് സ്പിന്നർമാർ നിലനിർത്തിയിട്ട് എറിയുകയും അത് എഫക്റ്റീവായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്തു. പിന്നെ എടുത്ത് പറയാനുള്ളത് വേറൊന്ന് ഹർദിക് പാണ്ഡ്യയാണ്. 2 ഓവർ എറിഞ്ഞുള്ളൂ. പുള്ളിക്കാരെ 6 റൺ മാത്രമേ വഴങ്ങിയുള്ളൂ. വിത്ത് ഒരു വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. നിലവിൽ കൺട്രോൾഡ് പേസ്, ലെങ്ത് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. റൺ ലീക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കളിയിൽ അങ്ങനെ ഒരുപാട് റൺ ലീക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. പുള്ളിക്കാരൻ വന്നിട്ട് പിടിച്ച് തന്നെ എറിഞ്ഞു. സോ അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ ഹർഷദീപ് സിംഗ് നല്ല റൺസ് കൊടുത്തുവെങ്കിലും ഫസ്റ്റ് ഓവറിൽ തന്നെ ഫിലിപ്പ് സാൾട്ടിന്റെ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. സോ അതൊരു റൂട്ടീൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയമുണ്ട്. കഴിഞ്ഞ കളിയിലും ഈ കളിയിലും തന്നെ ഫസ്റ്റ് ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് ഹർഷദീപ് പിടിച്ചെടുക്കും. സോ ഇംഗ്ലണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫസ്റ്റ് ഓവറിൽ ഈ വിക്കറ്റ് വീഴ്ച. സോ നമുക്കിനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് നോക്കാം. ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ പുള്ളിക്കാരൻ തിളങ്ങിക്കൊണ്ട് ഇപ്രാവശ്യം കളിക്കും ധരിച്ചു. പക്ഷേ അവർക്ക് സഞ്ജുവിനെയും അഭിഷേകിനെയും പൂട്ടും കൊണ്ടാണ് അവർ വന്നിരുന്നത്. ജോഫ്രെ ആർച്ചർ കമന്റും പറഞ്ഞിരുന്നു, ഞാൻ 4 ഓവറിൽ 40 റൺ 6 വിക്കറ്റ് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. 4 ഓവറിൽ 60 റൺസുമായിട്ടാണ് പുള്ളിക്കാരൻ മടങ്ങിയത്. ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരന് വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് തിലക് വർമ്മ തന്നെയാണ്. തിലക് വർമ്മയുടെ 72 റൺസ് 52 ബോളിൽ 72 റൺസ്. അത് എടുത്ത് പറയേണ്ട ഇന്നിങ്സ് തന്നെയാണ്. ക്ലച്ച് മൊമെന്റ് തന്നെയാണ്. ഇനി ഇന്ത്യക്ക് നമ്പർ 3 ബാറ്റ്സ്മാൻ വേറെ അവിടെ അന്വേഷിക്കേണ്ട, പുള്ളിക്കാരൻ തന്നെ മതി എന്നാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ സുരേഷ് റെയ്നെ പോലെ പിടിച്ചു നിൽക്കാനുള്ളതും വിരാട് കോഹ്ലിയെ പോലെ തന്നെ ക്ലച്ച് മൊമെന്റ്സിലും നിലനിർത്തിയിട്ട് കളിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് തിലക് വർമ്മ. വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്പർ 3 ബാറ്റ്സ്മാൻ സെറ്റാണ്. ഈ ഇന്ത്യക്ക് അടുത്ത T20 വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ കുറച്ച് റെഡി ആവാനുണ്ട്. ആ റെഡി കഴിയണമെങ്കിലും സ്റ്റാർട്ടിലാണ് നോക്കുകയാണെങ്കിൽ തിലക് വർമ്മ നമ്പർ 3 ഫിക്സഡ് ആണ്. വേറെ ആര് ഫിക്സഡ് അല്ലെങ്കിൽ തിലക് വർമ്മ നമ്പർ 3 ഫിക്സഡ് ആയിരിക്കും. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറാണ്. 21 ബോളിൽ 34 റൺസ് എടുത്തിട്ടുണ്ട്. പറയുകയാണെങ്കിൽ 10 ബോൾ 10 റൺസ് ആയിട്ടിരുന്ന വളരെ സ്ലോയിൽ കളിച്ചുകൊണ്ടിരുന്ന വാഷിംഗ്ടൺ സുന്ദറിന് ഒരു ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നൊരു ഡ്രോപ്പ് ക്യാച്ച് ആയിരുന്നു. ആദിൽ റഷീദിന്റെ ഡ്രോപ്പ് ക്യാച്ചിന് ശേഷമാണ് ഗിയർ കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു നോ ബോൾ, ഒരു 6, അതിനുശേഷം ഒരു 4, അങ്ങനെ വളരെ ഗംഭീരമായി തന്നെ കളി മുന്നോട്ട് പോയി. ആ മൊമെന്റ് ഷിഫ്റ്റ് ആയ സമയം തന്നെയായിരുന്നു അത്. അതുവരെ ഇന്ത്യ കുറച്ച് ടെൻസിറ്റി കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ തുടങ്ങി. അത്ര ഫ്രീ ആയിട്ടില്ലെങ്കിലും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ തുടങ്ങി. ഒരു കോൺഫിഡൻസ് കിട്ടിയതുപോലെ എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ വേറെ അധികമാരും കളിച്ചിട്ടില്ലെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു പേരെന്നാണ് രവി ബിഷ്ണോയാണ്. പുള്ളിക്കാരൻ്റെ 2 4 അത് എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. കാരണം അത്ര ടെസ്റ്റ് മൊമെന്റിൽ പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് 2 4 അടിച്ചു. സോ അത് തിലക് വർമ്മയ്ക്കും ഒരുപാട് സപ്പോർട്ടായി. ഇന്ത്യൻ ഹോൾ ടീം ആസ് എ ചേസിംഗ് എന്ന് പറയുമ്പോൾ ആ ടീമിൽ തന്നെ ഒരു സമാധാനം, ഒരു കമ്പോഷർ തിരിച്ച് കൊണ്ടുവരാൻ പറ്റി. സോ രവി ബിഷ്ണോയുടെ പേര് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വളരെ മികച്ച 2 ബൗണ്ടറീസ്, വളരെ ക്രൂഷ്യൽ ടൈമിൽ 2 ബൗണ്ടറീസിലോടുകൂടി ഇന്ത്യ വിജയിക്കാൻ സഹായിച്ചൊരു ആളും കൂടിയാണ് നമ്മുടെ രവി ബിഷ്ണോയി. സോ ബാക്കിയുള്ളവർ കളിച്ചില്ല എന്നുള്ളതല്ല, പക്ഷേ അവസരത്തിനൊന്നും ആർക്കും കളിക്കാൻ പറ്റില്ല. സഞ്ജുവിനാണെങ്കിലും ശരി, അഭിഷേക് ശർമ്മയ്ക്കായാലും ശരി, നമ്മുടെ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ഇവർക്കൊന്നും പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ പറ്റിയിട്ടില്ല. അത് ഒരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ് അത്. സോ ഈ വരുന്ന കളിയിൽ കൃത്യമായിട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റും. നോക്കുകയാണെങ്കിൽ ബ്രൈഡൻ കാൾസൺ, പുള്ളിക്കാരൻ്റെ 4 ഓവർ 3 വിക്കറ്റ്. ആ 4 ഓവറിൽ 3 വിക്കറ്റാണ് പുള്ളിക്കാരൻ എടുത്തിരിക്കുന്നത്. 3 വിക്കറ്റ് എടുത്തത് സ്കൈയുടേത്, ജൂറലിൻ്റെത്, പിന്നെ വാഷിംഗ്ടൺ സുന്ദർ. ഈ 3 വിക്കറ്റാണ് പുള്ളിക്കാരൻ എടുത്തിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വിക്കറ്റ് തന്നെയാണ് പുള്ളിക്കാരൻ എടുത്തതും. ഒരു പരിധി വരെ ഇംഗ്ലണ്ടിനെ ജയിപ്പിക്കും എന്നൊരു തോന്നിപ്പിച്ച ഒരു ബോളർ എന്ന് പറയുന്നത് കാഴ്ച തന്നെയാണ്. പിന്നെ ഉള്ളത് ആദിൽ റഷീദാണ്. പുള്ളിക്കാരൻ്റെ സ്പിന്ന് വളരെ എഫക്റ്റീവ് അല്ലായിരുന്നെങ്കിലും കൂടി കൺട്രോൾ ചെയ്യാൻ കൃത്യമായി സാധിച്ചു. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എല്ലാ പിച്ചിനെ ഡോമിനേറ്റ് ചെയ്യാൻ പുള്ളിക്കാരന് സാധിച്ചു. 4 ഓവറിൽ 14 റൺസ്, 1 വിക്കറ്റ്. വളരെ റൺസ് കുറച്ചേ വിട്ടുകൊടുത്തുള്ളൂ. പുള്ളിക്കാരൻ സ്ലോ ബോൾ ഒരുപാട് യൂസ് ചെയ്തു. നമ്മൾ ഇന്ത്യൻ ബോളേഴ്സ് സ്പീഡ് കൂട്ടിയപ്പോൾ സ്ലോ ബോൾസ് ആണ് എറിഞ്ഞിട്ടത്. സോ ഇന്ത്യക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ നിലത്തെ കളി എന്നൊക്കെ മെയിൻ ഇമ്പോർട്ടൻസ് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ കളിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യ ആണെങ്കിലും ശരി, ഇംഗ്ലണ്ട് ആണെങ്കിലും ശരി, ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ്, മിഡിൽ ഓർഡേഴ്സ് ബാറ്റിംഗ് വീണ്ടും പരാജയമാകുന്ന ഒരു വക്കിലാണ്. പക്ഷെ 1-2 പേര് മാത്രമേ കളിച്ചുള്ളൂ, ബാക്കിയാരും കളിച്ചിട്ടില്ല. പിന്നെ എടുത്ത് പറയാനുള്ളവർക്ക് സ്പിന്ന് കളിക്കാൻ അറിയില്ല എന്ന രീതിക്കാണ് അവരിപ്പോഴും സ്പിന്ന് കളിക്കുന്നത്. അത് ഇമ്പ്രൂവ് ആയേ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ആയാലേ കളി മൊത്തം, കാരണം ഇന്ത്യയിലാണ് സ്പിന്നേഴ്സിന് ആനുകൂല്യം കിട്ടുന്ന പിച്ചുകളാണ്. സോ അതിനനുസരിച്ച് അവർ കളിച്ചാൽ മാത്രമേ കുറച്ചൊരു നല്ല സ്കോർ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എടുത്ത് പറയാനുള്ളത് അവരുടെ മെന്റാലിറ്റിയാണ്. കാരണം സ്പിന്നിന് ഡോമിനേറ്റ് ചെയ്യുന്ന പിച്ചാണെങ്കിൽ കൂടി ഒറ്റ സ്പിന്നർ വെച്ചിട്ടാണ് അവർ കളിച്ചിരുന്നത്. പേസ് ബോളേഴ്സ് കൃത്യമായിട്ട് ആ പിച്ചിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ സ്പീഡ്, നല്ല സ്പീഡിൽ എറിഞ്ഞ് ബൗൺസർ എല്ലാം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് പിടിച്ചെടുക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. അത് ഇംഗ്ലണ്ടിന് വലിയൊരു കഴിവ് തന്നെയാണ്. എടുത്ത് പറയുന്നത് 2 പെർഫോമൻസ് തന്നെ ഉള്ളിലാണെങ്കിൽ കാഴ്ചയുടെയും ഇന്ത്യയുടെ തിലക് വർമ്മയുടെയും. കാഴ്ചയുടെ ഓൾറൗണ്ടിങ് പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്തൊരു കിടിലൻ ഓൾറൗണ്ടർ തന്നെയാണ്. ഓൾറൗണ്ട് പെർഫോമൻസ് തന്നെയാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. സോ അടുത്ത കളിയും ഇതുപോലത്തെ ഒരു പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് നോക്കാം. അല്ലാതെ ഇന്ത്യ മാത്രം വൺ സൈഡ് കളിച്ചിട്ട് കാര്യമില്ല. വല്ലപ്പോഴും ഇന്ത്യക്കും കുറച്ചൊരിക്കലും നല്ല എടുത്തിട്ട് കളിക്കണമല്ലോ. അപ്പം നല്ലൊരു ഒപ്പോണൻസ് വേണം, ഒപ്പോണൻസ് നന്നായിട്ട് കളിക്കാൻ വേണം, ഇന്ത്യ നല്ല ഡോമിനേറ്റ് ചെയ്യുകയും വേണം. അങ്ങനത്തെ ഒരു കളി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കുകയാണെങ്കിൽ പേസ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പേസ്, ഇംഗ്ലണ്ട് നല്ല വൃത്തിയായിട്ട് പേസിനെ യൂസ് ചെയ്തു എന്നുള്ളത് വളരെ മികച്ചൊരു മെന്റാലിറ്റി തന്നെയാണ്. കാരണം സ്പിൻ പിച്ചിൽ ഫാസ്റ്റ് ബോളേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പെട്ടെന്ന് പറ്റുന്ന കാര്യമൊന്നുമല്ല. നല്ലൊരു മെന്റാലിറ്റിയാണ്, നല്ല വൃത്തിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഉള്ളത് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ പവർ പ്ലേ മൊമെന്റം ജോസ് ബട്ട്ലർ മാക്സിമം അടുത്ത മിഡിൽ ഓവേഴ്സിൽ എത്തിക്കാൻ നോക്കി. പക്ഷെ ഒരു പരിധി വരെ വിജയിക്കാൻ ചെയ്തു. ഇന്ത്യയും പെട്ടെന്നൊന്ന് പതറിയ ഒരു നിമിഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ജോസ് ബട്ട്ലറിന്റെ വിക്കറ്റ് ആണെങ്കിലും ശരി, നമ്മുടെ സ്മിത്തിന്റെ ആണെങ്കിലും ശരി, കാഴ്ചയുടെ ആണെങ്കിലും ശരി, ഇന്ത്യ ചെറുതായിട്ട് അവിടെ പതറിയിരുന്നു. പക്ഷെ ഇന്ത്യയും വളരെ നല്ലൊരു കംബാക്ക് നടത്തിയിരുന്നു. സോ ഇന്ത്യ ചെറിയൊരു മേൽക്കൈ, 2 ഈവൻ ആണെങ്കിലും കുറച്ചൊരു മേൽക്കൈ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് അവസരത്തിനൊത്തുന്നു. അവിടുത്തെ പറഞ്ഞത് സ്പിന്നേഴ്സ് ആണെങ്കിൽ ബാക്കി ഫീൽഡേഴ്സ് ആണെങ്കിലും ശരി, ബാറ്റർ ആണെങ്കിലും ശരി, അവസരത്തിനൊത്ത് ഉയർന്നു. ഇന്ത്യക്ക് കുറച്ചുകൂടി എടുത്ത് ഇംഗ്ലണ്ടിൽ ഒരു പടി മേലെ നിൽക്കുന്നത്. സോ പിന്നെ ഇംഗ്ലണ്ടിന് 2 ടീമിന് ഫീൽഡിങ് അത്ര മോശമില്ലായിരുന്നു. എന്നാലും ആ ഒരു ഡ്രോപ്പ് ക്യാച്ച്, വാഷിംഗ്ടൺ സുന്ദറിന്റെ ഡ്രോപ്പ് ക്യാച്ച് ഇംഗ്ലണ്ടിന് വളരെ വിപരീതമായി തന്നെയാണ് അത് മാറിയതും. കുറച്ച് ചെറിയ ഇതും കൂടി ഉള്ളു 2 ടീമിനും കൂടി മാറ്റാനുള്ളത്. കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഏരിയകളുണ്ട്. മിഡിൽ ഓർഡേഴ്സ്, ബാറ്റേഴ്സ് നല്ല വൃത്തിയായി 2 ടീമിന് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ഡെത്ത് ഓവർ ആണെങ്കിലും ശരി, കുറച്ചുകൂടി ഒന്ന് റൺ ലീക്കിങ് കുറച്ചേ പറ്റുള്ളൂ 2 ടീമും. സോ നമുക്ക് അടുത്തൊരു മത്സരം നല്ലൊരു മത്സരമായിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് അടുത്ത കളി വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.